ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങൾക്കൊരു റീയൂണിയൻ വേണോ? നിങ്ങളിപ്പോൾ അവരായിട്ടൊരു പിണക്കത്തിലാണോ? എങ്കിൽ ആ വ്യക്തിയെ ചിന്തിച്ച് ഒരു തവണ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കാം. ഓക്കെ, നമ്മുടെ തന്നെ മറ്റൊരു ചാനലുണ്ട്, മിഷാനി 111 ടാരറ്റ്. അപ്പോൾ ആ ടാരറ്റിൽ നമ്മൾ ഒരുപാട് റീയൂണിയൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാനലിൽ പോയാലും റീയൂണിയൻ്റെ വീഡിയോസ്, മറ്റു പല ടോപ്പിക്കിലുള്ള വീഡിയോസ് കാണാം. ഈ ചാനലിൽ നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ അത് കമൻറ്റ് ചെയ്യണം. റീയൂണിയൻ വീഡിയോ ആണ്, 100% റിസൾട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും ആ റീയൂണിയൻ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഇതിലെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. പരസ്യം ഒന്നും സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, അത്തരത്തിൽ മനസ്സ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ നെഗറ്റീവും പറയും, പോസിറ്റീവും പറയും. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കാൻ വരുന്നവരോട് ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഒരാളെയും സന്തോഷിപ്പിക്കാനല്ല നമ്മൾ റീഡിങ് ചെയ്യുന്നത്, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കലാണ്. അല്ലാതെ പ്രതീക്ഷകൾ മാത്രം കൊടുത്ത് ചിലപ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം നെഗറ്റീവായിരിക്കും. ആ നെഗറ്റീവ് കാര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുക. ഓക്കെ, ഇയാൾ പറയുന്ന റീഡിങ് നെഗറ്റീവാണ്, വേറൊരു റീഡിങ് പോയിരുന്ന് കാണാം എന്ന് വിചാരിച്ചാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഓടി ഒളിക്കുകയാണ്, മുമ്പിലൊരു കുഴിയാണ് എന്ന്. അന്ന് ഞാൻ അപ്പുറത്തേക്കൂടെ ഓടാമെന്ന് പറയുന്ന പോലെ ഓടിയിട്ടല്ല, ആ കുഴീനെ നമ്മൾ കവച്ച് വെച്ച് കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിലേക്ക് പുതിയ കാര്യങ്ങൾ വരുന്നുള്ളൂ. അതൊരു പ്രണയമാണെങ്കിലും മണി മാറ്റർ എന്തൊരാണെങ്കിലും അത്തരത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് വീഡിയോ കാണാം. ഓക്കെ, നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾ പണം അടച്ച് അത് ബുക്ക് ചെയ്യുന്നത് 24 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ്ങും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് റീയൂണിയൻ വേണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ് ഇഷ്യൂ, ജാതി, മതം, അങ്ങനെ ഒരുപാട് എല്ലാ ഇഷ്യൂസാണ്. ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അതെല്ലാം. വിവാഹേതര ബന്ധങ്ങളുള്ളവരുണ്ടാകാം, ഡിവോഴ്സറായിട്ടുള്ളവരുണ്ടാകാം, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളവരുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും റീയൂണിയൻ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ വാശിയിലാണെങ്കിലും ദേഷ്യത്തിലാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ രണ്ടാമതും റീതിങ്ക് ചെയ്യുന്നുണ്ട്. അവർ ചെയ്തത് ശരിയായോ തെറ്റായോ, ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നെല്ലാം അവർ നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ബന്ധം ഇത്തരം ഒരു സിറ്റുവേഷനിലോട്ട് വരാനുള്ളൊരു കാരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ മറച്ചു വെച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഇപ്പോഴും ആ വ്യക്തി, നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ കാര്യമായിരിക്കാം, ചിലപ്പോൾ ഒരു സംഭവമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, മണി മാറ്റർ ആവാം, കരിയർ ആകാം, ഫാമിലി ആവാം. എന്തോ സംതിങ് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒരു പക്ഷേ ഒരു റീയൂണിയനിലോട്ട് വരുമ്പോൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, കാരണം ഈ ഒരു മാറ്ററിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്കൊരു പ്രോഗ്രസ് കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകും തോറും വരുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ ഒരുപാട് അവസരങ്ങൾ, ഇപ്പോൾ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, വീണ്ടും ഈ ഒരു ബന്ധം പണ്ടത്തെ പോലെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും സംസാരിക്കാൻ വേണ്ടി ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഈ സമയം നടത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളായിരിക്കാം നടത്തുന്നത്. 7, 3 അങ്ങനെ 2 നമ്പർ വരുന്നുണ്ട്. അക്വേറിയസ്, ഏരീസ് അങ്ങനെ 2 സോഡിയക് സൈൻ വരുന്നുണ്ട്. അക്വേറിയസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. 17 എന്നൊരു നമ്പർ, 4 എന്നൊരു നമ്പർ, ക്യാൻസർ എന്നൊരു ഇത് വരുന്നുണ്ട്. ഇതിൽ ഒരു പ്രതീക്ഷ, നിങ്ങൾക്ക് ആ പ്രതീക്ഷ, നിങ്ങൾക്കറിയാം ഇതൊരു പർപ്പസ് ഉണ്ട്. ഈ വ്യക്തിയായിട്ട് ഞാനിങ്ങനെ കണ്ടുമുട്ടാൻ ഒരു കാരണമുണ്ട്. മറ്റാരോടും തോന്നാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവരോട് തോന്നുന്നുണ്ടാകാം. ഈ ഒരു ബന്ധത്തിൽ ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഇത് നല്ലൊരു സൈനാണ് എന്ന് തന്നെ പറയാം. ഒരു റിന്യൂവലിനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരും. ഇപ്പോൾ അവരുടെ ഇഷ്യൂ ആണെങ്കിൽ അവരത് നിങ്ങളോട് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളും അവരുമായിട്ട് പണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലത്തെ ഒരു ബന്ധത്തിലോട്ട് ഇത് മാറുന്നുണ്ട്. വളരെ കുറച്ച് പേരൊക്കെ, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഭാഗത്താണ് ഇഷ്യൂ, നമ്മളതിനെ തെറ്റിനേറ്റ് പറഞ്ഞെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞെങ്കിലും അവരിതൊന്നും കാണുന്നില്ല. ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്.
അവർക്കൊന്നും കേൾക്കണ്ട, അവർ ചെയ്തത് ശരിയെന്നൊരു നിലപാടെടുത്ത് നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കാണുന്നവരിലുണ്ടാകാം. അപ്പോൾ അത്തരം ഒരു വിട്ടുവീഴ്ച കാര്യങ്ങളൊക്കെ മാറാൻ ചിലപ്പോൾ ഒരല്പം കൂടി സമയം എടുത്തേക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക എന്ന് തന്നെയാണെങ്കിലും ആ വ്യക്തി കാണുന്നില്ല. ഇപ്പോൾ അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളോട് സംസാരിക്കാനാണെങ്കിലും ഈ പ്രശ്നം തീർക്കാനാണെങ്കിലും നല്ല രീതിയിൽ ഈ ബന്ധത്തിൽ കൊണ്ടുപോകാനാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടെങ്കിലും അവരിതിനെ ഒന്നിനെയും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. നെഗറ്റിവിറ്റിയാണ് ഈ ഒരു സമയം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള കാര്യമാണ്. റിലേഷൻഷിപ്പിൽ നെഗറ്റിവിറ്റിയാണ്, ഡിപ്രഷൻ, ഒരുപാട് ഇതിൽ വിഷമിച്ചിരിക്കുക. പക്ഷേ നമുക്ക് ആ വ്യക്തിനെ പിരിയാൻ പറ്റില്ല, അവർക്കും പറ്റുന്നുണ്ടാവില്ല. എങ്കിലും ഞാൻ കോംപ്രമൈസിന് തയ്യാറാവില്ല, അവൾ വേണമെങ്കിൽ വരട്ടെ, അവൻ വേണമെങ്കിൽ വരട്ടെ എന്നൊരു രീതിയിൽ ഈഗോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഒരു സാഡ്നെസ്സാണ്, ഡിപ്രഷനാണ്. രണ്ടുപേരും അത്ര ഹാപ്പി ആയിട്ടൊന്നല്ല മുന്നോട്ട് പോകുന്നത്, വല്ലാതെ ബുദ്ധിമുട്ടായ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. ഇതിലൊരു റീയൂണിയൻ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. 8 എന്നൊരു നമ്പറൊക്കെ വരുന്നുണ്ട്, ഒരു സ്ട്രെങ്ത്ത് വരുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായാലും ഇതിനെ എല്ലാത്തിനെയും മാറ്റാനും ഓവർകം ചെയ്യാനും നിങ്ങളുടെ ഇഷ്യൂസിനെ പരിഹരിക്കാനും എന്താ പറയുക, എല്ലാ തരത്തിലും ഈ ഒരു ബന്ധത്തിൽ ഫോക്കസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഉറപ്പോട് കൂടി നിങ്ങളുടെ ആഗ്രഹത്തോടു കൂടി തന്നെ ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ വർക്കാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയെ പറ്റി തന്നെ ചിന്തിച്ച്, ഈ റിലേഷൻഷിപ്പിനെ പറ്റി തന്നെ ചിന്തിച്ച് ഒരുപാട് ആങ്സൈറ്റി, വറി, ഫിയർ, ഡിപ്രഷൻ ഇത്തരം ഒരു സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് രാത്രി സ്വപ്നങ്ങൾ കാണുക, അവരുടെ സ്വപ്നങ്ങൾ കാണുക, അത് കഴിയുമ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് നോക്കുക, അവരുടെ മെസ്സേജ് വന്നോ നോക്കുക, ബ്ലോക്ക് മാറിയോ നോക്കുക. ഇത്തരം കാര്യങ്ങൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ വ്യക്തിനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നില്ല. ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറയാണ്. കാരണം ഞാനോ നിങ്ങളോ ആരാണെങ്കിലും നമ്മളൊരാളുടെ പിന്നാലെ അവരെ ഒരുപാട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു വിലയും തരില്ല. പക്ഷെ നമ്മൾ ഓക്കെ അത് വർക്കാവില്ല എന്ന് കണ്ട് നമ്മൾ തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു പോസിറ്റീവ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ട്സാണ്. നിങ്ങൾ വല്ലാത്ത ഒരു പ്രതീക്ഷ നശിച്ച പോലെ നിങ്ങൾ അത്തരം ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് നിങ്ങൾ വിചാരിച്ചിട്ടല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത സമയത്തല്ല. അപ്പോൾ ആ വ്യക്തി ഇനി തിരിച്ചു വരേണ്ട ഒരു സമയമാകുമ്പോൾ അത് വന്നോളും. കാരണം ഇതിനിടയിൽ നിങ്ങൾക്കിടയിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കാനുണ്ടാവും. നിങ്ങൾ പരസ്പരം നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിനൊക്കെ മനസ്സിലാക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് നടക്കാനുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ, ഒരു പ്രോഗ്രസ്, ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, തീരുമാനങ്ങളൊക്കെ ഈ ഒരു സമയത്ത് എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ചിലപ്പോൾ പുറത്തായിരിക്കാം, ട്രാവലായിരിക്കാം, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് നല്ല രീതിയിൽ ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. എന്നും വഴക്കും വെക്കാണോ, വീണ്ടും സെറ്റാവുക, ഉമ്മ കൊടുക്കുക, അടി കൂടുക, വീണ്ടും പിരിയുക, വീണ്ടും ഉമ്മ കൊടുക്കുക, അടി കൂടുക, പിരിയുക, ഈ ഒരു സെറ്റപ്പായിരിക്കും പോകുന്നത്. ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഇതെന്താ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ, തൂക്കി നോക്കില്ലേ, ഈ ബന്ധം വേണോ വേണ്ടയോ, അതാണോ നല്ലത്, കരിയറാണോ നല്ലത്, ഇവനാണോ നല്ലത്, ഇവളാണോ നല്ലത് എന്നൊക്കെ പറയുന്നത് തൂക്കി നോക്കുന്ന പോലെ. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം, പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഓഫ് കപ്പൊക്കെ പോലെ അവരുടെ മുന്നിലേക്ക് എന്തൊരു സാഹചര്യം വന്നാലും അവരതിനെ കാണാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവർക്ക് വേണമെങ്കിൽ കുറച്ചൊരു സമയം കൂടി കൊടുക്കാം എന്ന് ഞാൻ പറയുന്നു. 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ 2 കപ്പ് കൈമാറാണ്. നിങ്ങളുടെ ഹൃദയം കൈമാറുന്നു, ആ പ്രണയം കൈമാറുന്നു, നിങ്ങൾക്കൊരു പ്രപ്പോസൽ, മാരേജ്, വീണ്ടും ഒരു കണക്ഷനിലേക്ക് വരുന്നു, ഒരു മ്യൂച്വൽ അട്രാക്ഷനിലോട്ടൊക്കെ നിങ്ങൾക്കിതിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫുൾ കാർഡൊക്കെ വന്നിട്ടുണ്ട്. പുതിയ തുടക്കങ്ങളാണ് പറയുന്നത്, ഒരുപാട് പോസിബിലിറ്റീസ്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, ഇവരെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല എങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രസന്റിലുള്ള ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾ ഒരിക്കലും നോക്കണ്ട. മുന്നോട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഇതാണെങ്കിൽ തീർച്ചയായിട്ടും വരും. കാരണം ഇതൊരിക്കലും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എനർജി അല്ല. നിങ്ങളുടെ ഒരു പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുള്ളൂ. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇത്രയും കാർഡ് വെച്ച് കഴിയുമ്പോൾ ഇതിൽ കൂടുതലും പോസിറ്റീവ് കാർഡാണ് വന്നിട്ടുള്ളത്. റിവേഴ്സ് കാർഡ് വന്നിട്ടില്ല എന്നല്ല, എങ്കിലും കൂടുതലും പോസിറ്റീവാണ് ക്രമേണ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ആ ബന്ധത്തിലെ ഇഷ്യൂസിനെ, നിങ്ങളുടെ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കാം. അല്ലാതെ ഈ വീഡിയോ ജസ്റ്റ് കണ്ടു എന്ന് വെച്ചാൽ അതിലൊരു മാജിക്ക് കുറച്ച് പേർക്ക് നടക്കാം, കുറച്ച് പേർക്ക് നമ്മൾ അതിലോട്ട് കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
മനസ്സിലായോ? നമ്മൾ കുറച്ച് അങ്ങോട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അത്തരം സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു വീഡിയോനെ കാണുക, ചിന്തിക്കുക. പിന്നെ നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അതിൽ നമ്മൾ ഒരുപാട് നമ്മളെ വേണ്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും പിന്നാലെ പോകാതിരിക്കുക. അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് എന്താണ് നിങ്ങളുടെ ബന്ധത്തിലെ ഇഷ്യൂ എന്ന് പറഞ്ഞ് അതിനെ നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്കിത് എത്ര തവണ വേണമെങ്കിലും കാണാം. ഞാൻ ഒരു തവണ കാണാമെന്ന് പറഞ്ഞുള്ളൂ. കാണുകയാണെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്താൽ മതി. ആ വീഡിയോ അവസാനിക്കുന്നവരെ പരസ്യം എന്തും വന്നോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു, അവർ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുക. ആ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചിട്ട് താങ്ക്സ് യൂണിവേഴ്സ് അറിയിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പരിപാടി അവിടെ വിട്ടേക്കാം. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ബാക്കിയെല്ലാം ഗ്രാജുവലി നടന്നോളും. പോസിറ്റീവായിട്ടിരിക്കുക എന്തുകൊണ്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാനൽ അല്ലാതെ മറ്റൊരു ചാനൽ കൂടി ഉണ്ട്, മിഷാനി 111 ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിൽ പോയിട്ട് അതിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പല ടോപ്പിക്കിലായിരുന്നു തേർഡ് പാർട്ടി മാറിപ്പോവാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതെടുത്ത് കാണാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. രണ്ടിലും വരുന്ന വീഡിയോസ് എന്താണെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് ഇനി പുതിയ ടോപ്പിക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.